എടാ ഞാൻ നോക്കട്ടെ കേട്ടോ. ഭഗവാനെ രക്ഷപ്പെടണേ. മോളെ അസുഖം എല്ലാം മാറ്റി തരും ഡോക്ടർ. അച്ഛാ അച്ഛാ മോളെ ഇരിക്കുന്ന നോക്കിയാണ്. എന്ത് ഡോക്ടറെ മുഖം വല്ലാതെ പോയ? മോനെ നീ ഒരു കാര്യം ചെയ്ത് ഡോക്ടറിനെ കൊണ്ട് വെളിയിലേക്ക് ഞാൻ അച്ഛനായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഓ ഓ ഡോക്ടറെ ഞാൻ കൊണ്ടുപോവാ. ഓ ഡോക്ടറെ ഞാൻ വെളിയിലിരിക്കാം. ഡോക്ടറെ കാര്യം പറ, എന്താണ് സംഭവം? ഡോക്ടർ എന്താണ് അച്ഛൻ്റെ എന്തായിരിക്കും പറയുന്നത്? ഒന്ന് കേട്ടു നോക്കാം. അന്നേ ഞാൻ പറഞ്ഞിരുന്നില്ല അതിന്റെ പ്രത്യേകിച്ച് എന്തോ ഒരു ഡാമേജ്. ചിലപ്പോ 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ഇതിനിടയിൽ അത് മരിച്ചോളൂ. 1.5-2 മാസത്തിനുള്ളിൽ മരിക്കുമെന്നാ ഡോക്ടർ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന? സോറി, ഞാൻ പരമാവധി ട്രൈ ചെയ്തു. എനിക്കറിയാം. ഞാൻ തന്നെ ഒരു കാര്യം പറയും. പോണ വഴിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്ന് കിട്ടി. അത് കുടിക്കുന്നു, മരിക്കുന്നു. ഞാൻ അതിനെ പറ്റി ഒന്ന് ആലോചിക്കട്ടെ ഡോക്ടർ. ശരിടാ. ആ മോനെ പോവാം വീട്ടിൽ. ഓ ചാ വീട്ടിൽ പോവാം. മെഡിക്കൽ സ്റ്റോറിൽ കയറി എന്തിനാ? അത് അച്ഛന്റെ ചുമയുടെ മരുന്നായിരുന്നു, അത് മേടിക്കാൻ കയറിയത്. ഇവർക്ക് ഡോക്ടർ ഒരു മരുന്ന് എഴുതി തന്നു, അതെന്തായാലും കൊടുത്തേ പറ്റും. കൊടുക്കാം. അത് കൊടുത്താൽ ഉള്ള അസുഖങ്ങളെല്ലാം മാറും. ഇതാണ് എന്തിനു കൊണ്ട് നീ കാണിച്ചത്? അച്ഛൻ കൊലപാതകയാവോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛാ. ആ ഡോക്ടർ പറഞ്ഞതല്ല ഞാൻ കേട്ട്. ഡോക്ടർ പറഞ്ഞ നീയും കേട്ടില്ലേ? അവക്ക് എങ്ങനെ എനിക്ക് അവളെ മരണമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ പിളഞ്ഞായിരിക്കും. അതിനെക്കാട്ടി ഇതല്ലേടാ നല്ലത് എന്നും വിചാരിച്ചാണ് ഇതിനൊരുങ്ങിയത്. ഇങ്ങനെ എനിക്ക് ചെയ്യട്ടെ. അവക്ക് ആയുസ് ഇന്ന് വരെ എന്തോ അത് വരെ കൂടെ കിടക്കട്ടെ. അപ്പോൾ എത്ര നാൾ വരെ നിൽക്കുന്നു അതുവരെ നമ്മളെ വീട്ടിൽ നിൽക്കട്ടെ നമ്മളെ മോള്.